അപ്പുറത്തെ എന്റെ അച്ഛൻ. എന്താടാ കണ്ടോ? ആ പന്നെ തന്തേനെ ആരും കാണുന്നില്ലടോ. അയാള് മുങ്ങിയതാ കുഞ്ചോ. ഫോൺ ഓഫാടാ. അപ്പൊ പണിയാവും. എന്ത് പണി? രാത്രി പുറേ പോയി പൊക്കണം. നമ്മുടെ നാലാളുടെ ബുദ്ധി എന്താന്നേ അയാളൊന്നും അറിയും. 4 അല്ല 3. പറഞ്ഞേ എനിക്ക് ആ സാധനം ഇല്ലല്ലോ. അവിടെ പുഞ്ഞാറ് പോണേ അവന്റെ കാര്യം പറഞ്ഞേ. ഇല്ല എന്താ കുഞ്ചേ? എടാ അച്ഛനെന്നാള് നെഞ്ചുവനെ വന്നിട്ട് ആശുപത്രി കൊണ്ടുപോയത് അനക്ക് ഓർമ്മയില്ലേ? എടാ അതന്ന് ചേമ്പ് തിന്നിട്ട് ഗ്യാസ് കയറിയതല്ലേ? അതൊന്നല്ലടാ, അതിന് ശേഷം അച്ഛന് ഓരോരോ പ്രശ്നങ്ങളാ. ഞാൻ വീട്ടിലെങ്കിൽ ശരിയാവില്ല. വേണ്ടടാ, ഓനെ നിർബന്ധിക്കണ്ട. ഓന്റെ അവസ്ഥ അല്ലേ. ഇല്ലെങ്കിലും നമ്മളെക്കാട്ടി മുമ്പ് ഓൻ അയാളെ പൊക്കൂലേ? എടാ എടാ ഞാൻ പോട്ടെ, ഞാൻ വണ്ടി കൊണ്ട്. എടാ അലമ്പാവ് നോക്കണേ, കഴിഞ്ഞ തവണ പറ്റിയത് അറിയാലോ. ഇല്ലടാ അത് ഞങ്ങൾ പോയിക്കോളാം. ശശിയെ ഒന്നുകൂടെ വിളിച്ചോക്കടാ. മൂന്നെണ്ണത്തിൽ ഞാൻ ഇവിടെ ഇട്ട് തീർക്കണം. ഈയൊക്കെ കളിച്ച് വിടേട്ട ഒരബദ്ധം പറ്റിപ്പോയതാ. കുഞ്ഞേ മാറിന്നോ, ഈ കളിയിലില്ല. എന്തെങ്കിലും പ്രശ്നം? ഇവന്മാരെ ഞാനൊന്ന് പൊക്കി. എന്തിന്? ഇന്റെ പുര കയറി ഇവര് ഇന്നെ പൊക്കാൻ നോക്കി. അതിന് കുഞ്ചോ ഈ മാറിന്നോ, എന്നോട് ഞാൻ പറയണു. എന്റെ സന്തോഷമായിട്ട് നിങ്ങളൊന്ന് അടങ്ങി. ഇവനോട് മാറിക്കാൻ പറയും. മാറുന്നതാണ് അവനോടല്ലടാ ഇവനോട്. എന്നാലും ഞാനത് ആലോചിക്കണേ, ഇന്റെ പുര കയറി ഇന്നെ പൊക്കാനുള്ള ധൈര്യം ഇവർക്ക് എവിടുന്ന് കിട്ടി? ആരും കൊടുത്ത് കുഞ്ചോ. അയ്യോ, അത് നിങ്ങൾ ഫോം വിളിച്ചെടുക്കാത്തോണ്ടല്ലേ? ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ പുര കയറി പൊക്കലാ. സാധനമുണ്ടോ? ഉണ്ടേനി. എന്താ പല്ല്? അത് ഞങ്ങളെല്ലാരും കൂടി. ഇയ്യോടെ വരുന്നില്ലാന്ന് പറഞ്ഞേ. കുഞ്ചോ, അണക്കുള്ള സാധനം നമ്മളെ സംഘത്തിലടാ. ഞാനിവിടെ ഉള്ളപ്പോ അന്റെ വെള്ളം കൂടി മുട്ടൂല. ബാ. എടാ സാധനം ഉണ്ടാക്കാൻ പോലെ എടുക്കാൻ പോയോ? ഇനി അവൻ ഒറ്റയ്ക്ക് എങ്ങനെ അടിച്ചിട്ടുണ്ടാവോ? എന്നാ പിന്നെ ഓ വിവരം അറിയും. നമ്മളാരാ? ശശിയോ? സന്തോഷേട്ടാ. കുഞ്ച് എടാ ഈ പറഞ്ഞ ശരിയാടാ, ഓനല്ല ഒറ്റ കുത്തിന് അടിക്കുന്ന. അതെ, ഇനി എന്റെ ഫോണിലേക്ക് വിളിച്ചു പോരുത്. നമ്മൾ ഇതിനെ കുറിച്ച് ചർച്ച ഇല്ല. ഫോൺ വെച്ചേ. എന്താ പ്രശ്നം? ഒന്നുമില്ലടാ. ഈ കാര്യം പറയടാ. ഒന്നുമില്ലടാ. എടാ കുഞ്ചോ, മുറിവിന്റെ ആഴവും തുന്നലിന്റെ എണ്ണവും നോക്കി ആളെ കണ്ടുപിടിച്ചൊരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. എന്താ എന്റെ പ്രശ്നം? ഞാൻ വരാം, പക്ഷെ പറഞ്ഞത് തരണം. ഞാൻ വാക്ക് പറഞ്ഞല്ലേ തരാന്ന്. അപ്പൊ എന്തായാലും തരും. ആണോ? അതാണ് ഈ സെറ്റ്. ഞാനേ ഓരോന്നും നൈസായിട്ട് ഒഴിവാക്കട്ടെ. ആരാണ് ഈ 12 മണിക്ക് കേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു ഇവിടുത്തെ മാഡം. ഏത് മാഡം? ഇവിടുത്തെ മാഡം. മോളായിരിക്കും. മോള് ഇവിടെ ഇല്ലേ സാറേ? ഇല്ല, ഓള് ക്രിസ്മസ് ആഘോഷത്തിന് അമ്മേന്റെ വീട്ടിൽ പോയതാ. അല്ല, ഇതിന് എത്രയാ മോനെ? 1500. 1500? കേക്കിനോ? സ്വർണം കൊണ്ടുണ്ടാക്കിയ? സ്പെഷ്യൽ കേക്ക് വേണമെന്നും പ്രത്യേകം പറഞ്ഞിരുന്നേ. ഗൂഗിൾ പേ ഉണ്ടോ?
ഇതെന്താടോ? വേറെ പ്രമാണിച്ചേ ഞങ്ങളുടെ ഷോപ്പിന്റെ വക 3 പേർക്ക് വാച്ച് സമ്മാനമുണ്ട്. ഒരെണ്ണം ഇവിടുത്തെ മാഡത്തിനാണ്. മുതലാളി അപ്പൊ ചെലവുണ്ട്. ശരി. ഓ, അപ്പൊ ഇതിനാണ് ഗ്യാസ് അറ്റാക്ക് ആയത്. ഈ നോക്കണ്ട, ഇവരെന്നെ എന്നോട് അറ്റാക്കിന്റെ കഥ പറഞ്ഞു. ഉളുപ്പുണ്ടാക്കുന്ന ഞങ്ങൾക്ക് കമ്പനിക്കാട് കളത്തരം പറഞ്ഞു പോയെ. പൊട്ടനെ ചട്ടൻ ചതിച്ചാലേ ചട്ടനെ ദൈവം ചതിക്കൂ. മക്കളെ, കാലങ്ങളായിട്ട് നമ്മൾ എല്ലാ പ്രശ്നങ്ങളും ഒരുമിച്ചല്ലേ നേരിടുന്നത്. അതുകൊണ്ടെന്താ, ഇനി അങ്ങോട്ടും അതിനൊരു മാറ്റമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് 2026 അങ്ങോട്ട് വിളിക്കല്ലേ. അപ്പൊ എങ്ങനെയാ, ഞങ്ങളെ കൂടെ അങ്ങോട്ട് പോരല്ലേ?